ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോണത് ഡീലിംഗ് എന്നുള്ളൊരു കമ്പനിയല്ല. കാരണം ഡീലിംഗ് എന്നുള്ള കമ്പനി ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെയുള്ള ഒരു കമ്പനിയാണ്. അത്രയും പാരമ്പര്യമുള്ള കമ്പനിയാണ്. അപ്പോൾ ഡീലിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ എല്ലാവരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക്കൽ റേഞ്ചിൽ വരുന്ന ഒരു 5 മെഗാ പിക്സൽ ക്യാമറ, IP ക്യാമറ, അതുപോലെ തന്നെ ഒരു 2 മെഗാ പിക്സൽ IP ക്യാമറ, പിന്നെ ഒരു NVR. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു NVR എന്ന് പറഞ്ഞാൽ ഇതൊരു 8 ചാനൽ NVR ആണ്. അപ്പോൾ ഇതേപോലെ 8 ചാനൽ, 16 ചാനൽ, 4 ചാനൽ NVRകളെല്ലാം ഉണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ NVR വരുന്നത്. ആവശ്യത്തിൽ കൂടുതൽ എയർ വെന്റിലേഷൻസ് എല്ലാം കൊടുത്തേക്കാണ് ഒരു NVR ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു NVR ആണ്. ബോഡി പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു NVRൻ്റെ ബാക്ക് സൈഡിൽ സാധാരണ നമ്മൾ എല്ലാ NVRലും കാണുന്ന പോലെ തന്നെ ഒരു ഓഡിയോ പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, VGA പോർട്ട് ഉണ്ട്, LAN പോർട്ട് ഉണ്ട്, 2 USB പോർട്ടുകളും അതുപോലെ തന്നെ ഒരു DC പിന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 12 വോൾട്ട് അഡാപ്റ്ററും ഈ ഒരു NVRനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഒരു ചാനലിലൂടെ IP ക്യാമറകൾ, അനലോഗ് ക്യാമറകൾ, ബയോമെട്രിക് മെഷീൻസ്, വീഡിയോ ഡോർഫോൺ, ആക്സസ് കൺട്രോൾ മെഷീൻസ്, അതുപോലെ തന്നെ വൈഫൈ ഡിവൈസുകൾ, അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു ചാനലാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ മുന്നോട്ട് കാണാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ആലങ്കാരികമായിട്ട് ചുമ്മാ പറഞ്ഞതല്ല. ഡീലിംഗ് എന്നുള്ള ഈ ഒരു കമ്പനി ഇപ്പം ഞാനും അതുപോലെ തന്നെ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ജനിക്കുന്നതിന് മുമ്പേ തന്നെ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തേക്കണ ഏക കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ അതും ഡീലിംഗ് തന്നെയാണ്. ഡീലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ ഡീലിംഗിൻ്റെ മാർക്കറ്റ് ഷെയറൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന സമയമാണ്. നമ്മൾ ഷെയർ ട്രേഡിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം IP ക്യാമറകൾ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് എന്നാണ് പല ആളുകളുടെയും ധാരണ, അല്ലേ? IP ക്യാമറകൾ പലരും വെക്കാതെ അനലോഗിലേക്ക് പോകുന്നത്. ഞാൻ ഒരിക്കലും അനലോഗിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അനലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓൾഡ് ടെക്നോളജി. നമ്മുടെയൊക്കെ കേരളത്തിൽ നിന്ന് പണ്ടേ നാട് വിടേണ്ട ഒരു ടെക്നോളജിയാണ് അനലോഗ് എന്ന് പറയുന്നത്. കാരണം പല രാജ്യങ്ങളും അനലോഗ് ക്യാമറകൾ ഇപ്പോൾ പുറന്തള്ളിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് അതിന് മാത്രമാണ് മാർക്കറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല പ്രമുഖ കമ്പനികളും അവർ IP ക്യാമറകൾ മാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രമുഖ കമ്പനികളും അവരിപ്പോൾ അനലോഗ് ക്യാമറയായിട്ട് ഇന്ത്യക്ക് വേണ്ടി മാത്രം അനലോഗ് ക്യാമറയും കൊണ്ട് വന്നിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഡീലിംഗ് ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള കസ്റ്റമേഴ്സിനെ അല്ല. ഈ ഒരു പ്രോഡക്റ്റിലൂടെ ഡീലിംഗ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ലോവസ്റ്റ് കോസ്റ്റിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണം, എന്നാൽ അത് IP ക്യാമറ ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ മേക്കിംഗ് ആണെങ്കിലും ക്യാമറയുടെ ക്വാളിറ്റിയിലാണെങ്കിലും ക്യാമറയുടെ ഈ ഒരു ബോക്സിലാണെങ്കിൽ പോലും ഡീലിംഗ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിന് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികൾ 2 വർഷം കൊടുക്കുമ്പോൾ ഡീലിംഗ് 2.5 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അതും ടേബിൾ റീപ്ലേസ്മെന്റ്. ഈ ഒരു ക്യാമറ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം ആ സമയത്ത് ഇങ്ങോട്ട് എടുത്ത് തന്നു വിടും. ആ രീതിയിലാണ് ഡീലിംഗ് ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു 5 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതൊരു 2 മെഗാ പിക്സൽ ക്യാമറയാണ്. 5 മെഗാ പിക്സൽ ആണെങ്കിലും 2 മെഗാ പിക്സൽ ആണെങ്കിലും ക്യാമറയുടെ ഷേപ്പിലോ അതിൻ്റെ സൈസിലോ വെയിറ്റിലോ യാതൊരു ഡിഫറൻസും ഇല്ല. ക്യാമറയുടെ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പോൾ ഈ 2 ക്യാമറകളും നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് തരുന്നത്. ക്യാമറയിൽ ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കണ എല്ലാം തന്നെ ഇൻഫ്രാറെഡ് LEDs ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ വീഡിയോ ക്വാളിറ്റി. ഇത് വളരെ ഹയസ്റ്റ് ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊരു ആവറേജ് ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ അത്രമാത്രമേ ഉള്ളൂ. വളരെ കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു ക്യാമറ ഡീലിംഗ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു നൈറ്റ് വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ക്യാമറ കണക്ട് ചെയ്ത് ഡിസ്പ്ലേ നിങ്ങളെ കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ യാതൊരു സെറ്റിങ്സും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ ഡേ ടൈം ക്വാളിറ്റി. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഡേ ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നൈറ്റിനെ അപേക്ഷിച്ച്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ക്യാമറ വെച്ചേക്കുന്നത്. സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല. സെറ്റിങ്സ് ഒക്കെ മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഞാൻ അങ്ങനെയുള്ള സെറ്റിങ്സോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇപ്പം IP ക്യാമറ വേണം, അത് ഒരു ഓഫീസിലൊക്കെയാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് വിഷൻ അത്രത്തോളം പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ എക്കണോമിക് റേഞ്ചിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും.
ഡീലിങ്ങിൻ്റെ പ്രത്യേകതകളെ പറ്റി മാത്രം പറയാൻ പറഞ്ഞാൽ ഒരു 3-4 പ്രത്യേകതകൾ ഡീലിങ്ങിന് പറയാൻ വേണ്ടി മാത്രമുണ്ട്. ഒന്ന്, ഡീലിങ്ങിൻ്റെ പ്രോഡക്റ്റുകൾക്ക് മാത്രമാണ് 2.5 ഇയർ 2.5 വർഷം ടേബിൾ റീപ്ലേസ്മെൻറ്റ് സർവീസ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ക്യാമറയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ക്യാമറ അവരുടെ സർവീസ് സെൻ്ററിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒരെണ്ണം അന്നേരം കയ്യിലോട്ട് അങ്ങ് എടുത്ത് വരും. അതായത് സർവീസ് അല്ല ചെയ്യുന്നത്, റീപ്ലേസ്മെൻ്റ് ആണ്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റുകൾ ഡീലിങ്ങിൻ്റെ ഈ ക്യാമറകളും NVR എല്ലാം തന്നെ FOTA സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഫേംവെയർ ഓവർ ദി എയർ. അതായത് ഇന്റർനെറ്റിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് പ്രോഡക്റ്റ് ആണ്. മറ്റ് പല ബ്രാൻഡുകളും പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ പെൻഡ്രൈവിൽ നമ്മൾ അതിൻ്റെ ഫയൽ കൊണ്ടുവന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പ്രോഡക്റ്റുകളൊന്നും തന്നെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, FOTA സപ്പോർട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത ക്യാമറകളും NVR ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് കമ്പനികളിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഡീലിങ്ങിൻ്റെ ഈ 2MB ആണെങ്കിലും ഈ ഒരു 5MB ആണെങ്കിലും ക്യാമറകളിലെല്ലാം തന്നെ അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫീച്ചറുകൾ ഉള്ള ക്യാമറകൾ എല്ലാത്തിലും ഹ്യൂമൻ ഡിറ്റക്ഷൻ വരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ ഡീലറോട് പർച്ചേസ് ചെയ്യണമെങ്കിൽ മുന്നേ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. കാരണം ഡീലിങ്ങിന് ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്, എല്ലാ മോഡലുകളിലും ആ ഒരു ഫീച്ചർ വരുന്നില്ല. ചോദിച്ച് മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചുകൊണ്ട് വളരെ വലിയൊരു തുകയൊന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. എല്ലാം എക്കണോമിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ഈ AI ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തും ഈ ക്യാമറകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. ഈ ഒരു ക്യാമറ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും ഈ ഒരു ക്യാമറ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡീലിംഗ് എന്നുള്ള ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ എല്ലാവരും പറയും, പല ക്യാമറകളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാവരും പറയും ആ ഒരു ക്യാമറ എൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് ആകെ മോശം ക്യാമറയാണെന്ന് പറയും. പക്ഷേ മോശം ക്യാമറയാണെന്നല്ല പറയേണ്ടത്, ആ ഒരു സ്ഥലത്ത് ആ ഒരു ക്യാമറ അനുയോജ്യമാണോ എന്നുള്ളതാണ്. നമുക്കറിയാം ക്യാമറകൾ 2.8mm ലെൻസ് വരുന്നുണ്ട്, 3.6mm ലെൻസ് വരുന്നുണ്ട്, 6mm ഉണ്ട്, 4mm ഉണ്ട്, 8mm ഉണ്ട്. ഇനി അതുപോലെ തന്നെ വേരിഫോക്കൽ ഉണ്ട്. അതിന് മുകളിലോട്ട് ഒരുപാട് ലെൻസുകളും വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ തന്നെ ഡോം ക്യാമറകൾ, ബുള്ളറ്റ് ക്യാമറകൾ, ടറന്റ് ക്യാമറകൾ, PT3 ക്യാമറ, PT ക്യാമറ, അങ്ങനെ ഒരുപാട് ക്യാമറകൾ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ പ്രോപ്പർട്ടീസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ കമ്പനികളെല്ലാം തന്നെ ഇങ്ങനെ ക്യാമറകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ക്യാമറകളെല്ലാം നിർമ്മിക്കുന്നത് വെച്ചാൽ ഓരോ സാഹചര്യങ്ങളും ഓരോ സ്ഥലവും വ്യത്യസ്തമാണ്. നമ്മളെ അറിയാവുന്ന ആളുകൾ എന്താണ്, ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാവുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്, ആ ടെക്നീഷ്യൻ അവിടെ വന്ന് കണ്ട ശേഷം ഇതിൽ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് ക്യാമറയാണ് ഏറ്റവും സ്യൂട്ടബിൾ, ഏത് ലെൻസുള്ള ക്യാമറ വേണം, ഏത് റെസൊല്യൂഷനുള്ള ക്യാമറ വേണം നോക്കിയിട്ട് എടുക്കണം. അല്ലാതെ ഇതുപോലെയുള്ള ഒരു ക്യാമറ 4-5 എണ്ണം മേടിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുവന്ന് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്ത സാഹചര്യം നല്ലതാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. എല്ലായിടത്തും എല്ലാ ക്യാമറയും സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഈ ഒരു ക്യാമറയും ചീത്തയാണ് ഞാൻ പറയുന്നില്ല. ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ അതുപോലുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അല്ലാതെ ഇത് വലിയൊരു ഇപ്പോൾ ഇത് ഒരു 2MB ആണ്. ഈ ഒരു 2MB ക്യാമറ കൊണ്ടുവന്നിട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് വെച്ചിട്ട് അയ്യോ ഈ ക്യാമറ കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഗ്രൗണ്ടിൽ ഈ ഒരു ക്യാമറ സ്യൂട്ടബിൾ അല്ല. അവിടെ നിങ്ങൾ വളരെ വലിയൊരു PT3 ക്യാമറയോ എല്ലാം വെക്കേണ്ടി വരും. അതേസമയം ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ വളരെ വലിയ മുറ്റമുള്ളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഈ ഒരു ക്യാമറ വെച്ചു. ഇത് 3.6mm ലെൻസാണ്. ഇത് ഭയങ്കര വൈഡ് ആംഗിളാണ്. അത് മാത്രമല്ല ഇതിൻ്റെ നമുക്കറിയാം ഡോറി ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു, പഴയ വീഡിയോയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ എന്നിട്ട് ദൂരെ ഗേറ്റിൽ പോയി നിന്നിട്ട് പറയാൻ പറ്റില്ല, അത്രയും ദൂരെ നിൽക്കണം എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ എടുത്തേക്കണ ക്യാമറയുടെ ലെൻസ് ഏതാ നോക്കുക, നമ്മുടെ ക്യാമറയുടെ റെസൊല്യൂഷൻ ഏതാ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്യാമറ ചൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴും നല്ല പ്രൊഫഷണലായിട്ട് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ക്യാമറയും നല്ലത് തന്നെയാണ്.